അഞ്ചൽ സ്വദേശിയെ ദേവപ്രസാദ് നാരായണൻ്റെ അടുത്താണ്. ഒരു പ്രശസ്ത സിനിമാ സംവിധായകനാണ്. അഞ്ചലിൻ്റെ അഭിമാനമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പടം നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ്. പടത്തിൻ്റെ പേര് ബെർണാഡ് എന്ന് പറയുന്നത് നല്ല അടിപൊളി സിനിമയാണ്. നാളെ റിലീസാണ്. നാളെ അഞ്ചലിലും ഉണ്ട്. നമ്മുടെ അഞ്ചൽക്കാർക്ക് കാണാനുള്ള സൗകര്യവും അഞ്ചൽക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് അഞ്ചൽ അർച്ചന തിയേറ്ററിലും കൂടി റിലീസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അന്നേരം പടത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് എൻ്റെ സുഹൃത്തും കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. താങ്കൾ നല്ല പ്രതീക്ഷയോടെയാണ് നാളെ ചെറിയ ക്യാമറ എടുത്തോട്ട് നല്ല പ്രതീക്ഷയോടെയാണ് നമ്മൾ അഞ്ചൽക്കാരെല്ലാം പ്രതീക്ഷയോടെയാണ്. കാരണം അഞ്ചൽക്കാരൻ്റെ ഒരു പടം നാട്ടിലെത്തിയിരിക്കുകയാണ്, കേരളത്തിൽ എത്തിയിരിക്കുകയാണ്, ലോക പ്രേക്ഷകരിൽ എത്തുകയാണ്. എങ്ങനെ കാണുന്നു ഈ നിമിഷം? പ്രതീക്ഷയിലാണോ? സാധാരണ ഞാനാണെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെയാണ് എൻ്റെ സിനിമകൾ കളിക്കാറുള്ളത്. ഇതെൻ്റെ 5ാമത്തെ സിനിമയാണ്. അപ്പോൾ ഈ 5 സിനിമകളിൽ പലതും ഞാൻ പുറത്ത് കളിച്ചിട്ടാണ് ചില തിയേറ്റേഴ്സുകളിൽ ഇങ്ങനെ കളിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഫെസ്റ്റിവലിൽ കൊണ്ടുപോകാതെ ഒരു സിനിമ നേരെ തിയേറ്ററിൽ വന്നിട്ട് ഇനി ഫെസ്റ്റിവലിൽ പോകും. അതങ്ങനെ ഒരു സിനിമ. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. എൻ്റെ നാട്ടുകാർ ഇച്ചിരി ബുദ്ധിയുള്ളവരാണ്. അപ്പം അത്തരത്തിലുള്ള സിനിമകൾ ഇച്ചിരി നല്ല സിനിമകളെ സ്നേഹിക്കുന്ന ആൾക്കാർ. പല സിനിമകളും നമ്മുടെ ഇപ്പം വർഷയിൽ വർദ്ധനയിലൊക്കെ വരുമ്പോൾ നല്ല സിനിമകളോട് നന്നായിട്ട് ഓടാറുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷയിലിരിക്കുകയാണ് ഞാൻ. അതുപോലെ തന്നെ ഒരുപാട് ബന്ധുവലയം സുഹൃത്തുവലയാണ്. ബന്ധുവലയത്തിനുപരി അഞ്ചലിൽ ഇറങ്ങിയ ദേവപ്രസാദ് എന്ന് പറഞ്ഞ എല്ലാവരുടെയും ഒരു സന്തോഷമാണ്. അന്നേരം സുഹൃത്തുക്കളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. ഞാൻ സുഹൃത്തുക്കളടുത്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ സിനിമ ഫെസ്റ്റിവലിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ കളിക്കാൻ പോവുകയാണ്. 5 കളിക്കണം. കേരള റിലീസുണ്ട്. ആ കേരള റിലീസുണ്ട്. അപ്പോൾ 5 ദിവസം സെൻറ്റർ വയ്ക്കുകയാണ്. എങ്ങനെയാണെന്ന് അറിയില്ല, എല്ലാവരും സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മൊയ്തുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ മൊയ്തു സിനിമ കാണാൻ പറഞ്ഞു. തീർച്ചയായും ഞങ്ങളുടെ നോയമ്പാണ്. നോയമ്പ് കഴിഞ്ഞാൽ നമുക്ക് ഇനി പടത്തിന് പോകുന്നത്. അതുപോലെ തന്നെ ഈ പടം എത്തരത്തിലുള്ള ഫാമിലി എന്റർടൈൻമെന്റ് ആണോ അതോ എങ്ങനെയാണ്? ശ്രീകുമാറിന്റെ പടമാണോ ഇത്? ഒരു സൈക്കോ ത്രില്ലറാണ്. സൈക്കോ ത്രില്ലറൊക്കെ ആളുകൾ സ്വീകരിക്കും. ഇപ്പം നമുക്കറിയാം ഒരുപാട് സൈക്കോ ത്രില്ലർ പടങ്ങൾ വലിയ വിജയം നേടിയിട്ടുള്ള പടങ്ങളാണ്. എങ്ങനെയാണ് പടത്തിന്റെ ഒരു പടം? അതൊന്നും പറയണ്ട, സസ്പെൻസ് ആയിക്കോട്ടെ. ഒരു സൈക്കോ ത്രില്ലർ. ഒരു മനുഷ്യൻ അയാള് ഈ സ്വന്തം ഭാര്യയെ ഇങ്ങനെ ഭാര്യയെ കാണുന്ന രീതികളാണ്. ഭാര്യ അയാൾ കുറേ രീതികൾ കാണും. ആ കുറേ രീതികളിൽ കാണുന്ന ഒരു സാധ്യതയായി സിനിമ മുന്നോട്ട് കൊണ്ടുപോകാം. ക്ലൈമാക്സ് ഒക്കെ തിയേറ്ററിൽ കണ്ട് എന്തായാലും അഞ്ചൽക്കാർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പടത്തെ കാണുന്നത്. കാരണം ദേവപ്രസാദ് നാരായണൻ നമ്മുടെയും കൂടി സുഹൃത്താണ്. അഞ്ചലിന്റെ ഒരു അഭിമാനമാണ്. ഇത് എത്രാമത്തെ പടമാണ്? എങ്ങനെയാണ്? ഇത് 5ാമത്തെ പടമാണ്. ഇതിനു മുമ്പുള്ള പടങ്ങളുടെ പേരൊക്കെ പലതും ഇവിടെ കളിച്ചിട്ടുണ്ട്. ഇത് അർച്ചനെ തന്നെ മരം പറഞ്ഞെന്നുള്ള സിനിമ കളിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പേര് ലൈറ്റ് എന്ന പടമാണ്. ഞാൻ കുറേ അധികം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കളിച്ചിട്ട് IFK ഉണ്ടായിരുന്ന പടമാണ്. പിന്നെ അതുപോലെ മരം പറഞ്ഞത് IFK ചില ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, വ്ളാഡിമിർ പുഷ്കിൻ, ഇപ്പം ബെർണാഡ്, ഇപ്പം ജാനു എന്ന് പറഞ്ഞൊരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബ്രേക്കിലാണ് ഈ പടം വരുന്നത്. അടുത്തത് അങ്ങനെ പടങ്ങൾ ചാട്ടുണ്ട്. അതുപോലെ ഈ ബെർണാഡിന്റെ നായകനും നായികയൊക്കെ ആരൊക്കെയാണ്? നായകൻ അപ്പാനി ശരത്താണ്. പ്രശ്ന ആക്ടറാണ്. അവൻ അങ്കമാലി ഡയറക്ടർ, പിന്നെ അതുപോലുള്ള ഇപ്പം ലേറ്റസ്റ്റ് ഒരുപാട് സിനിമകളിൽ വന്ന ഒരാളാണ്. കേരളം അറിയപ്പെടുന്നതാണ്. പിന്നെ അഞ്ജലി അമീർ മമ്മൂട്ടിയുടെ നായികയായിട്ട് പേരെന്തെന്ന് പറഞ്ഞ് തമിഴ് പടത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം പ്രേക്ഷകരെയാണ് സഹാ ടീമുകളൊക്കെ ഇൻഡസ്ട്രിയിലെ ടോപ്പ്. അല്ല, അതാണ് ഒരു സംഭവം. പ്രൊഡ്യൂസർ നമുക്ക് ഈ സമയത്ത് സ്മരിക്കണമല്ലോ അല്ലേ? വളരെ വളരെ കഷ്ടപ്പെട്ട് ഞാനങ്ങ് പ്രൊഡ്യൂസ് ചെയ്തു സ്വന്തമായിട്ട്. അത് ശരി, അതൊരു ചോദ്യമാണ്. ഞാൻ അറിഞ്ഞില്ല. ഒരു സംവിധാനവും പ്രൊഡ്യൂസറും ശരിക്കും പറഞ്ഞ പോസ്റ്റ് ഒട്ടിപ്പ് ഉൾപ്പെടെ. അല്ല, പോസ്റ്റ് ഒട്ടിപ്പ് ഉൾപ്പെടെ ഞാൻ നമ്മളെ ബാലേന്ദ്ര മേനോന്റെ കാര്യം പറഞ്ഞല്ലേ, സംവിധാനം, രചന എല്ലാം പോസ്റ്റ് ഒട്ടിപ്പ് അല്ലേ? നമ്മളെ ചെയ്യേണ്ടത് കണ്ട് സഹായിക്കുക. അല്ല, എന്താ വെച്ചാൽ ഞാനൊക്കെ സിനിമയിലേക്ക് വരുന്നത് തന്നെ വളരെ ഈ താഴെത്തട്ടുള്ള ഒരു മനുഷ്യനാണ്. കഷ്ടപ്പെട്ട് എനിക്കറിയാം. എന്റെ ബാല്യം മുതൽ അറിയുന്ന ആളാണ്. സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച് കലയോടുള്ള സ്നേഹവും ആ ഒരു കലാവാസനയും കൊണ്ടാണ് താങ്കൾ ഈ ഫിലിം ഫീൽഡിൽ വന്നതൊക്കെ എനിക്കറിയാം. ഞാൻ വളരെ 30 വർഷത്തോളം ആ ഒരു ബന്ധം എനിക്കുണ്ട്. എവിടെ വെച്ചുണ്ടായാലും ആ ഒരു സ്നേഹം ഞങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അന്നേരം എല്ലാവിധ ആശംസകളും ഈ പടത്തിന് നൽകുകയാണ്. അഞ്ചൽക്കാരോട് പറയാനുള്ളത് നമ്മുടെ നാട്ടുകാരനാണ്. എല്ലാവിധ സപ്പോർട്ടും നൽകണം. പിന്നെ
ഈ നോയമ്പിന്റെ ഒരു ചെറിയ ഒരു ഇത് വരും. ഒരു ഞങ്ങൾക്ക് ഒരാഴ്ച കൂടെ നോയമ്പുണ്ട്. അതായത് നോമ്പ് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് സ്ക്രീനിങ് വീണ്ടും നമുക്ക് ഇവിടെ വെക്കാം. തീർച്ചയായും ചെയ്യാം. നമ്മുടെ പല സുഹൃത്തുക്കളും അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ പെരുന്നാൾ സമയത്ത് ബിഗ് ഫിലിമുകളൊക്കെ വരുന്നുണ്ടല്ലോ. അതെ അതെ. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടാണ് താങ്കൾ അതെ അതെ ഒന്ന് എറിഞ്ഞിട്ടതാണ്. അത് എറിഞ്ഞിട്ടത്. അത് അപ്പൊ ആ വലിയ പടങ്ങൾ വന്നു അതങ്ങോട്ട് പോയി കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും. ഇനി പ്രേക്ഷകരോട് എന്താണ് പറയാൻ, പ്രത്യേകിച്ച് അഞ്ചൽക്കാരോട്? എന്റെ പ്രിയ നാട്ടുകാരെ, എല്ലാവരും വരിക, കാണുക. ഇത്രയൊക്കെ പറയാൻ അവരടുത്ത് എന്ത് പറയാൻ, എല്ലാവർക്കും എന്നെ അറിയുന്നവര്. തീർച്ചയായും തീർച്ചയായും സന്തോഷം. യെസ്. ഇതിന് പ്രത്യേകിച്ച് ന്യൂസ് കേരള പ്രേക്ഷകരെല്ലാം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിയേറ്ററിൽ ഈ പടം എത്തുന്നുണ്ട്. ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വളർന്ന ആളാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോഴാണല്ലോ കുറച്ചുകൂടി നമുക്ക് അഞ്ചലിന്റെ ഒരു അംഗീകാരമാണ് താങ്കൾ. ഞങ്ങൾക്കൊക്കെ ഒരു അഭിമാനവും ഒക്കെ ഉണ്ട്. അന്നേരം എല്ലാവർക്കും സന്തോഷം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഫിനിഷ് ചെയ്തേരാം ലൈവ്.